ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൂട്ടുകാരെ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും അൽഹംദുലില്ലാഹ് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണീറ്റ സമയത്തൊക്കെ നല്ല ഇരുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തീയൊക്കെ പിടിപ്പിച്ച് ഒരു ഏകദേശമായി വന്നപ്പോഴേക്കും കുറച്ച് വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുന്നത്. അങ്ങനെ ചൂലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മക്കൾസ് ഒന്നും എണീറ്റിട്ടില്ല, നല്ല ഉറക്കമാണ് കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആയ കാരണം കൊണ്ട് മക്കൾസ് മാത്രമല്ല തൊട്ടടുത്ത വീട്ടിലേക്കും ആളുകൾ ആരും എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. ഇവിടെ സൺഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല ഉറക്കമായിരിക്കും. എല്ലാവരും ജോലിക്കാരായ കാരണം കൊണ്ട് അവർക്കൊരു ദിവസം ലാഗ കിട്ടുക. ആ ടൈമിൽ എല്ലാവരും നല്ല ഉറക്കമായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. എന്നും പണികൾ ഇപ്പോൾ ലൈറ്റ് ആവുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ആദ്യത്തെ പോലെ ഒരു ഉഷാറില്ല കേട്ടോ. പണികൾക്കൊക്കെ എടുക്കാനൊക്കെ ചെറിയൊരു മടിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ചില സമയത്ത് ഇങ്ങനെ പ്രഷർ കുറയുന്ന കാരണം കൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ, ഭയങ്കര ഒരു അസ്വസ്ഥത. അപ്പോൾ അതുകൊണ്ടായിരിക്കും വിചാരിക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പണികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ഇരിക്കാനൊക്കെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ടായിരിക്കാം. അങ്ങനെ ഇപ്പം ഇന്നൊന്ന് ഉഷാറായി രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലല്ലോ, കരാട്ടെ ക്ലാസ്സൊന്നുമില്ല, ശനി ഞായറും ഇല്ല കേട്ടോ. അപ്പോൾ മക്കളെന്തായാലും ഉറങ്ങല്ലേ, അവർക്ക് ക്യാമ്പും ഇല്ല മോനിട്ടോ, മൂത്താൾക്ക്. അപ്പോൾ എന്തായാലും അവരോട് ഉറങ്ങട്ടെ. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പണികളൊക്കെ വേഗം അങ്ങോട്ട് തീർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ദിവസം ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, ചിലപ്പോഴൊക്കെ വിഷയമായിരിക്കാം കേട്ടോ. അപ്പോൾ അവർ എണീക്കുമ്പോഴേക്ക് ഏകദേശം കുറച്ച് പണി അങ്ങോട്ട് കഴിച്ച് വെച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അലക്കാനൊന്നും ഇപ്പോൾ അധികമൊന്നുമില്ല. അലക്കാനുള്ളതൊക്കെ ഞാനിപ്പോൾ വാഷിംഗ് മെഷീനിൽ കുറേശ്ശെ ഇട്ട് അലക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മൊത്തത്തിൽ തുണി ഇടുമ്പോൾ നമുക്ക് അങ്ങോട്ട് അലക്കാനായിട്ട് പറ്റുന്നില്ല. കുറച്ചൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ കറങ്ങി നല്ലോണം വെളുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല അതിൻ്റെ കംപ്ലയിൻറ്റ്. ഇനിയിപ്പോൾ ലോഡ് എടുക്കാണ്ടാന്ന് എനിക്കൊരു സംശയം കേട്ടോ. ഇപ്പോൾ കുറച്ച് തുണി ഇടുമ്പോൾ നല്ല രീതിയിൽ തന്നെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒരു പ്രശ്നമായിരിക്കാം. എന്തായാലും ഇപ്പോൾ തൽക്കാലം അന്നന്നത്തത് അങ്ങോട്ട് അലക്കിയെടുക്കാമെന്ന് വിചാരിക്കണം. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴേക്കാണ് കേട്ടോ വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോൾ അലക്കാറ്. അതല്ല നമുക്ക് കാര്യമുള്ളൂ, അല്ലാണ്ട് ഡെയിലി അലക്കാമെന്നപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ തുണി അലക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ചൊക്കെ വാരി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അകത്ത് വന്നിട്ട് ഗ്യാസ് കത്തിക്കുമ്പോൾ ടേന്നൊരു സൗണ്ട് ഉണ്ടാവും. അപ്പം തന്നെ അവർ എണീക്കും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അത്യാവശ്യം പുറത്തെ പണിയോട് തീർത്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ചെയ്യാലോ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം എണീക്കാറായിട്ടുണ്ട്. ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നൂലപ്പാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കടലയാണ് കേട്ടോ. അപ്പോൾ കടല ഞാൻ അവർ എണീറ്റ് കഴിഞ്ഞിട്ട് വേവിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കുക്കറിൽ സെറ്റാക്കി വെക്കാം, അല്ലെങ്കിൽ ഈ വിസിലടിയുന്ന സമയത്ത് 10 ദിവസം എണീക്കും കേട്ടോ. അല്ലെങ്കിൽ സുഡാപ്പി എണീറ്റ് വരും. സുഡാപ്പി ഞാൻ എണീറ്റ് വന്നത് സുഡാപ്പി അറിഞ്ഞിട്ടില്ല കേട്ടോ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറകെ തന്നെ വരും. അതിപ്പോൾ എത്ര നേരത്തെ ആയാലും അതെ കേട്ടോ. അവളോട് പറഞ്ഞാൽ കേൾക്കേയില്ല. എന്താ പറയുക, നമ്മൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാകും ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കണം കേട്ടോ. കസാരം വന്നിരുന്നിട്ട് പറഞ്ഞാൽ കേൾക്കേയില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഇത് കുക്കറിലേക്ക് ആക്കി വെക്കാം. അവർ എണീറ്റ് കഴിഞ്ഞിട്ട് വിസിലടിക്കാമല്ലോ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ചായ റെഡിയാക്കാം. ചായ റെഡിയായിട്ട് വേണം എനിക്ക് ചായ കുടിക്കാനായിട്ട് കേട്ടോ. ചായയും ഒരു റസ്ക്കും രാവിലെ പതിവുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതങ്ങോട്ട് കഴിച്ചാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാനിത് വെള്ളയപ്പമല്ല നൂലപ്പത്തിനുള്ള മാവ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു കപ്പിൽ 3 കപ്പാണ് കേട്ടോ മാവ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അത് നൈസ് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതേക്ക് വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് പൊടിയിട്ട് വാട്ടിയെടുക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയി വരും കേട്ടോ. പക്ഷെ ആ നേരം നമ്മൾ പൊടിയിലേക്ക് വെള്ളം ഒഴിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ മാവ്. അപ്പോൾ ഇപ്പം ഞാൻ എപ്പോഴും അതുപോലെയാണ് ചെയ്യാറ്, മറ്റേ രീതിയിൽ ചെയ്യാറില്ല കേട്ടോ. പടയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞാനങ്ങനെ വാട്ടിയെടുക്കുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ കയ്യിൽ വെച്ച് പരത്തുമ്പോഴൊക്കെ വാട്ടിയെടുത്ത പൊടിയാണ് പറ്റുള്ളൂ കേട്ടോ. പത്രിക്കായാലും അടയ്ക്കൊക്കെ ഇതേപോലെ തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ അടുപ്പത്ത് വെച്ച് വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അടയായാലും പത്രിക്കായാലും ഉണ്ടാക്കിയാൽ ശരിയാവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു കുറച്ച് വെള്ളം മാത്രമേ ബാക്കി വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കി മൊത്തം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാവ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്ക് ചോറൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം ചോറൊക്കെ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ചായ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വേഗം ചായയിലിട്ട് കൊടുക്കാം. ഞാൻ പള്ളിയിൽ നിന്ന് നോമ്പിന് കിട്ടിയ ചായ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. അതെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇവിടെ ഞാൻ മേടിച്ച സമയത്ത് തന്നെയാണ് പള്ളിയിൽ നിന്ന് കിട്ടിയത് കേട്ടോ, നോമ്പിൻ്റെ സമയത്ത്. പിന്നെ ഇതെന്തായാലും ഇത് കഴിയട്ടെ വെച്ചിട്ട് അങ്ങനെ വെച്ചേക്കുന്നു. ഇപ്പം എന്തായാലും
അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് എടുക്കേണ്ട, ഈ ആഴ്ചയും കൂടി ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് ചായയിൽ അത് പുതിയത് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചായയൊക്കെ അത് സെറ്റായിട്ടുണ്ടെങ്കിൽ വേഗം കപ്പിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ. അവരെണീക്കുമ്പോഴേക്കും ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെണീറ്റ് നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം കൂടി എടുക്കാമല്ലോ വെച്ചിട്ടാണ്. കുക്കർ അടുപ്പത്ത് വയ്ക്കണം, പിന്നെ നൂലപ്പം ഉണ്ടാക്കിയെടുക്കണം, പിന്നെ അവർക്കുള്ള ചായയും കൂടി ഞാൻ ഒന്ന് ചൂടാറാനായിട്ട് വെക്കട്ടെ കേട്ടോ. അവരെണീറ്റ് പല്ല് തേച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചായ വേണം കേട്ടോ. കണ്ട നല്ല ഉറക്കമാണ്. കിടക്കുന്നത് മൂന്നാളും 3 ദിശയിലാണ് കേട്ടോ കിടക്കുന്നത്, പുതപ്പൊന്നുമില്ല കേട്ടോ. അങ്ങനെ നൂലപ്പത്തിൻ്റെ മാവ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും അവർ എണീക്കുന്നൊന്നും കാണാനില്ല. നമുക്ക് അപ്പോഴേക്കും അടുത്ത പണി അങ്ങോട്ട് തുടങ്ങാമല്ലോ വെച്ചിട്ട് അങ്ങനെ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതേ വേഗം അച്ചിലേക്ക് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഞാൻ അച്ചിലല്ല കേട്ടോ, തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ തടവണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ മറന്നുപോയി കേട്ടോ. പക്ഷെ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. എന്തായാലും തട്ടിൽ കുറച്ച് എന്തായാലും ഉണ്ടാവും, അത് അധികമൊന്നും ഇല്ലല്ലോ, കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇങ്ങനെ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. അപ്പോൾ ഞാൻ ആ കാര്യം ഞാൻ മറന്നു പോയത്, പിന്നെ എന്തായാലും ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ പോട്ടേന്ന് വിചാരിച്ചു. പിന്നെ 2 ദിവസമായിട്ടോ ഇഡ്ഡലിക്ക് ഇങ്ങനെ ഇടണം എന്ന് വിചാരിക്കും. പിന്നെ ഉച്ച കഴിയുമ്പോഴേക്കും കേട്ടോ ഓർമ്മ വരിക, മറന്നു പോകും. അപ്പോൾ പിന്നെ വിചാരിക്കും നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ശരിയാവില്ല, എങ്ങനെ പോലും ഒരു 6 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോഴാണ് ആ ഇഡ്ഡലിക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, മാവൊക്കെ നല്ലോണം പൊന്തി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതങ്ങോട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ഇൻഷാ അല്ലാ നാളെ എന്തായാലും നോക്കണം, കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ടിപ്പോൾ. അങ്ങനെ ഇതേ നമ്മുടെ നൂലപ്പത്തിൻ്റെ തട്ടൊക്കെ ഞാൻ ഇതേ ആവിയിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് സെറ്റാവട്ടെ, അപ്പോഴേക്കും നമുക്ക് അടുത്ത പണി ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ കുക്കർ ഞാൻ അവർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പാത്തൂസ് ചെറിയ വാശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സുഡാപ്പി വന്ന് അങ്ങനെ സോപ്പിട്ട് കളിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് ചോറൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുപ്പിൽ ചോറ് വയ്ക്കണമെന്നാണ്, കലത്തിലായ കാരണം തോന്നുന്നുണ്ട് വേഗം ചോറാവുന്നുണ്ട് കേട്ടോ. അധികം സമയമൊന്നും എടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ ചോറും കൂടി ഞാനൊന്ന് ഊറ്റി വെച്ചിട്ട് വേണം അടുപ്പത്ത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം ആദ്യം വെക്കണം. അതങ്ങോട്ട് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം പിന്നെ അവർക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കാം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ വേഗം തന്നെ കുളിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞോളും. എല്ലാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് മടിയാണ് കേട്ടോ. രാവിലെ കുളിച്ച് നേരത്തെ തന്നെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കുളിച്ച് വേഗം കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യും കേട്ടോ. എല്ലാം കുറച്ച് ലൈറ്റായി പോയിനെ പിന്നെ മടി പിടിക്കും കേട്ടോ. പ്രത്യേകിച്ചും പാത്തൂസ് രാവിലെ കുളിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്തൂസ് പിന്നെ സമ്മതിക്കില്ല. പിന്നെ അവിടെ വൈകുന്നേരം കുളിക്കാൻ സമ്മതിക്കുള്ളൂ. അത് കാരണം കൊണ്ട് ഞാൻ വേഗം എൻ്റെ പണിയുടെ ഇടയിലായാലും ഞാൻ ഒരു സമയം വെച്ചിട്ട് ഞാൻ വേഗം 10 മണിയൊക്കെ ആകുമ്പോഴേക്കും വേഗം കുളിപ്പിക്കും കേട്ടോ പാത്തൂസിനെ. അപ്പോൾ പിന്നെ കരാട്ട ക്ലാസ്സിൽ പോകണ കാരണം കൊണ്ട് കറക്റ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും വേഗം കുളിപ്പിക്കും കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുടിക്കാനുള്ള വെള്ളമാണ്. അപ്പോൾ അതങ്ങനെ ഒഴിവാക്കി. പിന്നെ ഇത് നാളികേരപ്പാലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. നൂലപ്പത്തിലേക്ക് പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ചെയ്തിട്ട്, പക്ഷെ അവർക്കത് വേണ്ടാന്ന് പറഞ്ഞു, പാല് മതി. അപ്പോൾ ഇപ്പോൾ എനിക്ക് മാത്രമായിട്ട് കടലക്കറി ഉണ്ടാക്കാനല്ലേ വെച്ചിട്ട് അങ്ങനെ കടല ഞാൻ വേവിച്ചോടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതേ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വെച്ചിട്ട്, അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച മാമ്പഴമായിരുന്നു കേട്ടോ. അപ്പോൾ 2 സൈസ് മാമ്പഴമുണ്ട്, ചെറിയ കൂട്ടാൻ മാമ്പഴം ഉണ്ട്, പിന്നെ വലിയ മാമ്പഴം ഉണ്ട് കേട്ടോ. ഇത് പച്ചാറിടാൻ കൊണ്ട് തന്ന മാമ്പഴമായിരുന്നു, പക്ഷേ മാമ്പഴം നല്ലോണം പഴുത്ത് നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ പഴുത്തപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാലും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് ഞരടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കൊഴുപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് പോരാൻ വേണ്ടി നല്ലോണം വേണ്ട കേട്ടോ. ഈ കാണുന്ന രീതി ചെറുതായിട്ടൊന്ന് ഞെക്കി ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതേ പിടിഞ്ഞൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അടുപ്പിലാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോഴേക്കും ഞാൻ അവിടെ തീയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ചൂടായതിൻ്റെ ശേഷം തീയൊക്കെ ഒന്ന് കെട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒന്നും കൂടി തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് അടുപ്പിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ ചട്ടിയിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഇതേ നമ്മുടെ ചട്ടിയിൽ വെക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ ശർക്കര ഇടാൻ മറന്നു. ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്നും കൂടി വെന്ത് വരട്ടെ കേട്ടോ. ഒന്ന് തിളച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തിളച്ചിങ്ങനെ ഇതായാൽ മതി കേട്ടോ. അധികം വേവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മാമ്പഴം. അങ്ങനെ പിന്നെ ഞാൻ അതിലേക്ക് അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നാളികേരത്തിലേക്ക് കുറച്ച് നല്ല ജീരകവും ഒരു പച്ചമുളകും കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് മാമ്പഴം വന്ന് നോക്കുമ്പോൾ ഒന്ന് തിളച്ചിട്ടുള്ളൂ കേട്ടോ. തീ ഒന്ന് കെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ നാളികേരം അരച്ച് അവിടെ ഫൈനാക്കി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തൈര്, നല്ല കട്ടിയുള്ള തൈര് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ടയൊക്കെ അങ്ങോട്ട് പോവുക, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് മാമ്പഴമൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ മാമ്പഴം വെന്തിട്ടുണ്ട്. ഷടിയിൽ പിടിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ടായി ചട്ടിയിൽ വെക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഷടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
അരപ്പ് നല്ല കട്ടിയുള്ള അരപ്പായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചാലും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ. കുറച്ച് നേരത്തേക്ക് അതിങ്ങനെ തിളങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ തൈര് ഒഴിക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ അത് കറി നന്നായി തിളച്ചിട്ടുണ്ട്, നാളികേര അരപ്പ്. ഇനി നമുക്കതിലേക്ക് തൈര് വേഗം ഒഴിച്ച് അപ്പം തന്നെ ഇറക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം വേഗം ഇറക്കി അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മക്കൾ എന്തായാലും തട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കളിച്ച് തട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതേട്ടോ. പിന്നെ കുറച്ച് ലൂസാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് ഇങ്ങനെ എന്താ പറയുക, മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേണം കേട്ടോ അതിൻ്റെ ചാറ്. അപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് വെച്ചത്. പിന്നെ ചട്ടിയിൽ ഒന്നും കൂടി ഇനി ഇരിക്കുമ്പോൾ നല്ലോണം കുറുകും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കറിവേപ്പിലും കടുകും കൂടി ഒന്ന് താളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ. ആ വെളിച്ചെണ്ണയിൽ ഞാനൊരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിങ്ങനെ അടച്ച് വെച്ച് അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് ഞാൻ കടല കേട്ടോ. അപ്പോൾ കടല കറി വെക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ മക്കൾക്ക് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പേരി ആക്കി എടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ സബോളയില്ലേ, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നാളികേരം കൂടി ചേർത്ത് പിന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ പൊടികളായിട്ട് കുത്തുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനത് വിട്ടുപോയതാണ് പറയാനായിട്ട്. അപ്പോൾ ഈ സബോള ഒന്ന് വാട്ടിക്കഴിഞ്ഞതിന് ശേഷം കുത്തുമുളക്, എരിവിന് ആവശ്യമുള്ള കുത്തുമുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ മാമ്പഴ പുളിശ്ശേരിയിലും വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുത്തുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ ഇതിൽ പൊടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് വേവിച്ച കടലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പേരി കഴിക്കാനായിട്ട്. ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടം. അപ്പോൾ ഇതായി കഴിഞ്ഞാൽ തന്നെ അവരിങ്ങനെ കോരി കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അത് അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് ഉണക്കമീനും പപ്പടമൊക്കെ ഇരിക്കുന്നുണ്ട്, അത് ആ സമയമാകുമ്പോൾ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂപ്പിച്ച് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വലിയ വിശേഷങ്ങളും വിഭവങ്ങളൊന്നുമല്ല, എന്നാലും നമുക്കിത് വലുതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വിഭവങ്ങളും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയറും കൂടി ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ, എല്ലാവരും സ്കിപ്പ് ചെയ്യില്ല എന്ന് നമ്മുടെ വിശ്വാസമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ നമുക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.